എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയിർപ്പിക്കും. നമുക്ക് നിത്യജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹരഹസ്യമാണ് ദിവ്യകാരുണ്യം. മാനുഷികമായ ബലഹീനതകൾക്കിടയിൽ നാം വിസ്മരിച്ചേക്കാവുന്ന വലിയ ലക്ഷ്യങ്ങളിലേക്ക് അനായാസം നടന്നെടുക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവത്തിൻ്റെ അവർണ്ണനീയമായ കൃപാദാനമാണ് അത്. ഹൃദയം കൊണ്ട് ദിവ്യകാരുണ്യനാഥനോട് ചേർന്നു നിൽക്കുവാനുള്ള തീരുമാനത്തിലൂടെ മാത്രം മനുഷ്യകുലത്തിനു വേണ്ടി അവിടുന്ന് സജ്ജമാക്കിയ സകല നന്മകൾക്കും നാം യോഗ്യരായിത്തീരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നു, നമ്മുടെ ആത്മാവിലെ വിരുന്നുകാരൻ നമ്മുടെ ദുഃഖങ്ങളെല്ലാം അറിയുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഒരു ഒഴിഞ്ഞ കൂടാരമാണ് അവിടുന്ന് അന്വേഷിക്കുന്നത്. അത് ഒരുക്കുവാനായി അവിടുന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നമുക്ക് പൂർണ്ണമായ സൗഖ്യം പ്രദാനം ചെയ്യുന്ന സ്നേഹൌഷധമാണ് ദിവ്യകാരുണ്യം. കണ്ണീരിൻ്റെയും വേദനകളുടെയും ബലഹീനതകളുടെയുമായ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന നമുക്ക് ആത്മീയമായും ഭൗതികമായും വന്നുചേരുന്ന എല്ലാ കുറവുകളെയും പരിഹരിക്കുവാൻ പര്യാപ്തമാണ് ഈ ദിവ്യഭോജ്യം. അപ്പമായി നമുക്കിടയിൽ വസിക്കുന്ന ദൈവത്തെ യോഗ്യതയോടെ സ്വീകരിക്കുന്നതിലൂടെ സജീവമായ ദൈവസാന്നിധ്യത്തിൽ കുറവുകളേതുമില്ലാതെ ജീവിതത്തിൽ മുന്നേറുവാൻ ദിവ്യകാരുണ്യനാഥൻ നമ്മെ പ്രാപ്തരാക്കുന്നു. 2009 മെയ് മാസം 30-ാം തീയതിയാണ് എൻ്റെ മകന് ഒരു ആൺകുഞ്ഞ് ജനിച്ചത്. ആ കുഞ്ഞിൻ്റെ ഗർഭകാലം മുഴുവനും ആ കുഞ്ഞിനോ അവൻ്റെ അമ്മയ്ക്കോ ആരോഗ്യപരമായ യാതൊരു അസ്വസ്ഥതകളും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഗർഭസ്ഥ ശിശുവിനും ഗർഭവതിക്കും ഒത്തിരി പ്രാർത്ഥനകൾ കിട്ടിക്കൊണ്ടിരുന്നു. പ്രഗത്ഭയും പ്രസിദ്ധയും ദിവ്യകാരുണ്യത്തിൽ ആശ്രയിക്കുന്നവളുമായ, പ്രത്യേകിച്ച് എൻ്റെ കുടുംബ സുഹൃത്തുമായ ഒരു ഗൈനക്കോളജിസ്റ്റിനെയാണ് ഈ കുഞ്ഞിൻ്റെ ഗർഭപാല പരിചരണത്തിന് ഏൽപ്പിച്ചത്. ഡോക്ടർ നിശ്ചയിച്ച പ്രസവത്തീയതി എത്തുന്നതുവരെ അത് പൂർണ്ണമായും ഒരു സ്വാഭാവിക സുഖപ്രസവമായിരിക്കും എന്നായിരുന്നു ഡോക്ടറുടെ നിഗമനം. എന്നാൽ നോർമൽ ഡെലിവറിക്ക് വേണ്ടി കാത്തുനിന്ന ഡോക്ടർക്ക് ലേബർ റൂമിൽ വെച്ചുണ്ടായ അനുഭവം ഗർഭവതിയുടെ പ്രസവ സമയമായിട്ടും പ്രസവം നടക്കുന്നതിന് ആവശ്യമായ പ്രഷർ ഉണ്ടാകുന്നില്ല എന്നുള്ള വിസ്മയനീയമായ ഒരു അനുഭവമാണ് ഡോക്ടറുണ്ടായത്. അധികം വൈകാതെ കാര്യങ്ങൾ അപകടകരമായ സങ്കീർണതയിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഒരു സിസേറിയൻ പോലും നടത്താൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് സങ്കീർണത വർദ്ധിച്ചു. അവസാനം ഡോക്ടർ വാക്വം സക്ഷനിലൂടെ കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്നു. അപ്പോഴേക്കും അല്പനേരത്തേക്ക് കുഞ്ഞിന് ശ്വാസം നഷ്ടമായി. കുഞ്ഞിന് ശ്വാസം നഷ്ടമായി എന്ന് പറഞ്ഞാൽ ഫലത്തിൽ കുഞ്ഞു മരിച്ചു എന്നർത്ഥം. കരയാൻ പോലും സാധിക്കാത്ത അവസ്ഥയായി കുഞ്ഞിന്. പിന്നെ നാളുകളോളം നവജാത ശിശുക്കൾക്ക് വേണ്ടിയുള്ള നിയോനേറ്റൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലായിരുന്നു ഈ കുഞ്ഞ്. അക്കാലം അത്രയും ഞാൻ ദിവ്യകാരുണ്യ യേശുവിൻ്റെ സന്നിധിയിലായിരുന്നു. സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്
ഇമ്മാനുവലായി നമ്മുടെ കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ശിരസു നമിച്ച് മുട്ടുമടക്കി കണ്ണും പൂട്ടി കൈകൾ വിരിച്ചു പിടിച്ച് നിർനിമേഷനായി നിന്നപ്പോൾ ആത്മശക്തിയും പ്രത്യാശയും പകരുന്ന ഒട്ടനവധി ദൈവവചനങ്ങൾ എൻ്റെ അന്തരംഗത്തിൽ തെളിഞ്ഞു വന്നു. എന്നിരുന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മശക്തി പ്രദാനം ചെയ്ത് എനിക്ക് വെളിപ്പെടുത്തപ്പെട്ട തിരുവചനം 1 പത്രോസ് 4:13 അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും എന്ന ആ വചനമാണ് എന്നെ ഏറ്റവും കൂടുതൽ സാന്ത്വനപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, 1 പത്രോസ് 4:12 നാം വായിക്കുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാവുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. 8-ാം ദിവസം പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ഈശോയുടെ മഹത്വം എനിക്ക് വെളിപ്പെട്ടു. ഞാൻ അത്യധികം ആഹ്ലാദിച്ചു. കാരണം മരിച്ച കുഞ്ഞിനെ പുനർജീവിപ്പിച്ച് ദിവ്യകാരുണ്യ ഈശോ തൻ്റെ കൃപയുടെ കരങ്ങളിൽ നിന്നും സമ്പൂർണ്ണ സൗഖ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ അവിടെ നിന്ന് എനിക്ക് നൽകി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നു, എൻ്റെ ഈശോയെ, എത്രമാത്രം സ്നേഹയോഗ്യമായ ദിവ്യ സമ്മാനമാണ് ദിവ്യകാരുണ്യം. അവിടെ അങ്ങ് അപ്പത്തിൻ്റെ രൂപത്തിൽ മറഞ്ഞിരുന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം സമീപസ്ഥനായിരിക്കുന്നു. ഞങ്ങൾക്ക് സ്നേഹിക്കുവാനായി സാന്നിധ്യമരുളുന്നു. മനുഷ്യമക്കളെ സ്വർഗത്തോളം അടുപ്പിക്കുന്ന സ്നേഹ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യം. ആ തീക്ഷ്ണതയും സ്നേഹവാത്സല്യവും തിരിച്ചറിയുന്നവർക്ക് ഒരിക്കലും ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് അകലുക സാധ്യമല്ല. വചനം പറയുന്നു, ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. 2014 പെസഹ നാളിൽ കാരണക്കൂടത്തുള്ള സെയിൻറ്റ് ജൂഡ് ദേവാലയത്തിലായിരുന്നു ഞാൻ പൊതുവാരാധനയ്ക്ക് നേതൃത്വം നൽകിയത്. ആരാധനയ്ക്ക് ഗാനമാലപിക്കാൻ വന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, എൻ്റെ വിവാഹം നടന്നു കിട്ടാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടു. 4 വർഷമായി വിവാഹിതനാകാൻ വേണ്ടി പ്രാർത്ഥിച്ചും അന്വേഷിച്ചും നടക്കുകയായിരുന്നു ആ 27 വയസ്സുകാരൻ. ദിവ്യകാരുണ്യ ആരാധനയിൽ അവൻ്റെ നിയോഗത്തിലേക്ക് കൃപയൊഴുക്കണമേ എന്ന് ഞാനും പ്രാർത്ഥിച്ചു. ആരാധനയ്ക്ക് ശേഷം 20-ാം ദിവസം അവൻ്റെ വിവാഹ നിശ്ചയം നടന്നു. പ്രിയമുള്ളവരെ, ഹൃദയം നുറുങ്ങിയവർക്ക് ദിവ്യകാരുണ്യം സമീപസ്ഥനാണ്. മനമൊരുങ്ങിയവരെ ദിവ്യകാരുണ്യം രക്ഷിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് പോലും അവരുടെ രോഗങ്ങളിൽ നിന്നും, രോഗത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുന്നു. ദിവ്യകാരുണ്യ ശക്തിയിൽ ആശ്രയിക്കുന്ന ഹൃദ്രോഗികൾക്ക് അവിടുന്ന് സത്യമായും ഹൃദയം മാറ്റിവെക്കുന്നു. എസേക്കിയേൽ 36:26 നാം വായിക്കുന്നു, ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതിയ ചൈതന്യം ഞാൻ നിങ്ങൾ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ശിലാഹൃദയം എടുത്തുമാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ നൽകും. എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും.
നിങ്ങൾ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ താല്പര്യമുള്ളവരുമാകും. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ഭക്തരിൽ ദിവ്യകാരുണ്യ ഈശോ നടത്തുന്ന രൂപാന്തരീകരണം എത്രയോ അത്ഭുതാവഹമാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നു, മനുഷ്യഹൃദയത്തിൽ സ്നേഹാഗ്നിയായി കത്തിയെരിയുവാനായാണ് ഓരോ അപ്പവും കൂദാശ ചെയ്യപ്പെടുന്നത്. ഒരു നിമിഷം ചിന്തിക്കാം. ദിവ്യസ്നേഹത്തിൻ്റെ അഗ്നിയായി നമ്മിലേക്ക് എഴുന്നള്ളി വരുന്ന ആ സ്നേഹ തീവ്രതയിൽ നമ്മെ ചേർത്തു നിർത്തുന്ന ഈശോയോട് വിശ്വസ്തത പുലർത്തുവാൻ നമുക്കായിട്ടുണ്ടോ? എല്ലാ നേട്ടങ്ങൾക്കും എന്നെ യോഗ്യനാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കണ്ണീരിൻ്റെയും ദുരിതങ്ങളുടെയും നിമിഷങ്ങളെ കൃപകളാക്കി മാറ്റുവാനായി നമുക്ക് പരിശ്രമിക്കാം. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കൂടിക്കൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കൂടിക്കൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനിണം നുകരാ അതിയായ ദാഹമുണ്ട്. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനിണം നുകരാ അതിയായ ദാഹമുണ്ട്. അതിനായി വരവേഗണേ, അതിനീശോ നീ വരണേ. അതിനായി വരവേഗണേ, അതിനീശോ നീ വരണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കൂടിക്കൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാ, സൗഗന്ധധൂമം ഉയർത്താ കുന്തുരുക്കം പോലെ മുന്നിൽ. തിരുസന്നിധാനത്തിലെന്നും തിരുനാളമായി തെളിഞ്ഞിടാ,
സൗഗന്ധധൂമം ഉയർത്താം കുന്തുരുക്കം പോലെ മുന്നിൽ അതിനായി വരമേഘണേ അതിനീശോ നീ വരണേ അതിനായി വരമേഘണേ അതിനീശോ നീ വരണേ. ഒരു വിശുദ്ധനാക്കി തീർക്കുവാനായി ഈശോയോട് പ്രാർത്ഥിക്കുക. അവിടുത്തേക്ക് മാത്രമേ അത് കഴിയൂ. ആവശ്യമുള്ളപ്പോഴൊക്കെ കുമ്പസാരിക്കുക. പതിവായി ദിവ്യകാരുണ്യം സ്വീകരിക്കുക. വിശുദ്ധ ഡൊമിനിക് സാവിയോ. വിശുദ്ധിയിലേക്കുള്ള കുറുക്കുവഴികൾ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തപ്പെട്ട് എക്കാലത്തെയും കുട്ടികൾക്ക് മാതൃകയായി ജീവിച്ച ഒരു ബാലൻ. അത്ഭുതകരമായ ദൈവനിയോഗത്തോടെ ജനിച്ച് 15 വയസ്സുവരെ മാത്രം നീണ്ട ഈ ലോകവാസത്തിനു ശേഷം സ്വർഗം പുൽകിയ അവൻ്റെ ജീവിതം ജീവിതവിശുദ്ധിയുടെ ഒരു പാഠപുസ്തകമാണ്. ജീവിതകാലം മുഴുവനും അതിനുശേഷവും ദൈവമഹത്വം പ്രഘോഷിക്കുവാൻ അവനെ പ്രാപ്തനാക്കിയതാകട്ടെ കറതീർന്ന ദിവ്യകാരുണ്യ ഭക്തിയും. അഭൗമികമാം വിധം ചെറുപ്രായം മുതൽ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി ലഭിച്ച ആ കുഞ്ഞു ഹൃദയം ഒരു വലിയ ദിവ്യകാരുണ്യ അത്ഭുതമായി ഇന്നും നിലനിൽക്കുന്നു. ദിവ്യകാരുണ്യനാഥനോടു കൂടെ ആയിരുന്നുകൊണ്ട് ചെറിയ കാര്യങ്ങളിലൂടെ വലിയ സന്ദേശങ്ങൾ നൽകിയ ഈ കൊച്ചു വിശുദ്ധൻ ഇന്നും അനേകം ഇളം മനസ്സുകളെ ദിവ്യകാരുണ്യത്തോട് അടുപ്പിക്കുന്നു. 1842 ഏപ്രിൽ 2-ാം തീയതി ഇറ്റലിയിലെ റിവ എന്ന ഗ്രാമത്തിലായിരുന്നു ഡൊമിനിക് സാവിയോയുടെ ജനനം. ഇരുമ്പ് പണിക്കാരനായിരുന്ന ചാൾസ് സാവിയോയുടെയും തയ്യൽ ജോലി ചെയ്തിരുന്ന ബ്രിജിത്തിൻ്റെയും 11 മക്കളിൽ രണ്ടാമനായിരുന്നു ഡൊമിനിക്. ഉപജീവനത്തിനായി കഷ്ടപ്പെടുന്ന ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു അവരുടേത്. എങ്കിലും മാതാപിതാക്കളുടെ കഠിനാധ്വാനവും തികഞ്ഞ ദൈവവിശ്വാസവും ആ കുഞ്ഞുങ്ങളെ പക്വതയിൽ വളർത്തുവാൻ പര്യാപ്തമായിരുന്നു. തീരെ ചെറിയ പ്രായം മുതൽ തന്നെ വ്യക്തമായ ആത്മീയ ബോധ്യങ്ങളിൽ വളർന്നു വന്ന ഡൊമിനിക് 4 വയസ്സുള്ളപ്പോൾ തന്നെ ഏകാഗ്രതയോടെ പ്രാർത്ഥനയിൽ മുഴുകുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പതിവായി അതിരാവിലെ പള്ളിയിലെത്തിയിരുന്ന ഡൊമിനിക് 5-ാമത്തെ വയസ്സു മുതൽ അൾത്താര ബാലനായിരുന്നു. അവൻ്റെ വിശ്വാസ തീഷ്ണത അടുത്തറിഞ്ഞിരുന്ന വികാരി 7 വയസ്സു പ്രായമുള്ളപ്പോൾ തന്നെ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ അവനെ അനുവദിച്ചു. ആ കാലത്തെ പതിവനുസരിച്ച് ദിവ്യകാരുണ്യ സ്വീകരണത്തിനായി കുട്ടികൾ ഏതാനും വർഷങ്ങൾ കൂടി കാത്തിരിക്കേണ്ടിയിരുന്നു. തൻ്റെ പ്രഥമ ദിവ്യകാരുണ്യത്തോടനുബന്ധിച്ച് ഡൊമിനിക് സാവിയോ ചില തീരുമാനങ്ങൾ സ്വീകരിച്ചു. കേവലം 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലനിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതിനപ്പുറം പക്വതയേറിയ ആ തീരുമാനങ്ങൾ പാലിക്കുവാൻ അവൻ ജീവിതാവസാനം വരെയും ശ്രദ്ധിച്ചിരുന്നു. ആത്മീയ പിതാവിൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് പതിവായി എക്കാലവും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കുമ്പസാരിക്കുകയും ചെയ്യും. ഇനി വരുന്ന ഞായറാഴ്ചകളും മറ്റ് അവധി ദിവസങ്ങളും പ്രത്യേകമാം വിധം പവിത്രമായി ആചരിക്കും. ഈശോയും പരിശുദ്ധയമ്മയും ഇനിമേൽ എൻ്റെ സുഹൃത്തുക്കളായിരിക്കും. മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യുകയില്ല. ഇവയായിരുന്നു അന്ന് ഡൊമിനിക് സ്വീകരിച്ച ശപഥങ്ങൾ. തുടർന്നുള്ള കാലങ്ങളിൽ നാം കാണുന്നത് തൻ്റെ തീരുമാനങ്ങൾ പാലിക്കുവാനായി അത്യന്തം ആത്മാർത്ഥതയോടെ യത്നിച്ച ഡൊമിനിക്കിനെയാണ്.
10 വയസ്സുള്ള ഒരു ബാലൻ പഠിക്കുവാനായി പ്രതിദിനം 20-ലേറെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത അനുഭവം കേട്ടിട്ടുണ്ടോ? പഠനത്തോടും ദൈവം ഭരമേൽപ്പിച്ച ജീവിത നിയോഗങ്ങളോടുമുള്ള തീഷ്ണത ഡൊമിനിക്കിനെ വഴി നടത്തിയത് ഇപ്രകാരമായിരുന്നു. ഒരിക്കൽ ഇപ്രകാരം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുവാൻ ഭയം തോന്നുന്നില്ലേ എന്ന് ഒരാൾ അവനോട് ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കാവൽ മാലാഖയും കൂട്ടിനുണ്ട് എന്നതായിരുന്നു അവൻ്റെ മറുപടി. ചെറുപ്പം മുതൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പിന്നിലായിരുന്നുവെങ്കിലും സുഹൃത്തുക്കൾക്കൊപ്പമുള്ള കളികളിലെല്ലാം പതിവായി അവൻ പങ്കെടുക്കുമായിരുന്നു. ദിവസവുമുള്ള യാത്രയും കൂടിയായപ്പോൾ അവൻ്റെ ആരോഗ്യകാര്യത്തിൽ ആശങ്ക തോന്നിയ മാതാപിതാക്കൾ അവനെ മറ്റൊരിടത്തയച്ച് പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ചാൾസ് സാവിയോ 12 വയസ്സുകാരനായ തൻ്റെ മകൻ ഡൊമിനിക്കിനെയും കൂട്ടി ഡോൺ ബോസ്കോ നടത്തി വന്നിരുന്ന ഓറത്തോറിയത്തിലെത്തി. 2 വിശുദ്ധരുടെ ചരിത്രപരമായ കൂടിക്കാഴ്ചയായിരുന്നു അന്ന് അവിടെ ആരംഭിച്ചത്. ആദ്യ കാഴ്ചയിൽ തന്നെ ഡൊമിനിക് സാവിയോയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലുമെല്ലാം മതിപ്പ് തോന്നിയെങ്കിലും ഡോൺ ബോസ്കോ അവനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ചില പരീക്ഷണങ്ങളും നടത്തി. അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു പുസ്തകത്താൾ മിനിറ്റുകൾക്കുള്ളിൽ അവൻ കാണാതെ പഠിച്ച് പറഞ്ഞു കേൾപ്പിക്കുകയുമുണ്ടായി. ഡൊമിനിക് ഒരു നല്ല മെറ്റീരിയലാണെന്ന് താൻ കരുതുന്നതായി ഡോൺ ബോസ്കോ അഭിപ്രായപ്പെട്ടു. അങ്ങ് ഒരു നല്ല തുന്നൽക്കാരനാണെന്ന് എനിക്കറിയാം. എന്നെ ഉപയോഗിച്ച് നമ്മുടെ കർത്താവിന് നല്ലൊരു കുപ്പായം അങ്ങ് തീർത്താലും എന്നായിരുന്നു ഡൊമിനിക് സാവിയോയുടെ മറുപടി. ആരായി തീരുവാനാണ് ആഗ്രഹമെന്ന ചോദ്യത്തിന് ദൈവം വിളിക്കുന്നെങ്കിൽ ഒരു പുരോഹിതനായി തീരുവാനാണ് ഇഷ്ടമെന്നായിരുന്നു അവൻ്റെ മറുപടി. 1855 വലിയ നോമ്പുകാലം. ഓറത്തോറിയത്തിലെ കുട്ടികളോട് സംസാരിക്കുകയായിരുന്നു ഡോൺ ബോസ്കോ. ഒരു വിശുദ്ധനായി തീരുവാനുള്ള വഴികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഡൊമിനിക്കിനെ അഗാധമായി സ്പർശിച്ചു. സാധാരണമായ കാര്യങ്ങൾ പോലും അസാധാരണമായ ശ്രദ്ധയോടെ ചെയ്യുവാൻ കഴിഞ്ഞാൽ വിശുദ്ധനാകാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തുടർന്നുള്ള നാളുകളിൽ ഡൊമിനിക് വിശുദ്ധനാകുന്നതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു തുടങ്ങി. ചില വിശുദ്ധർ സഹനങ്ങൾ സ്വയം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് അവൻ കേട്ടിരുന്നു. തൻ്റെ കട്ടിലിൽ ചെറിയ തടിക്കഷ്ണങ്ങളും കൽച്ചീളുകളും മറ്റും വിതറി അവൻ ഉറങ്ങുവാൻ ശ്രമിച്ചു. എന്നാൽ അത് ശ്രദ്ധയിൽപ്പെട്ട വാർഡൻ അത് ഡോൺ ബോസ്കോയെ അറിയിച്ചു. ഈ പ്രായത്തിൽ പരിഹാര പ്രവൃത്തികളേക്കാൾ കൂടുതലായി എല്ലാ കാര്യങ്ങളും ഏറ്റവും സന്തോഷത്തോടെയും പൂർണ്ണതയോടെയും നിർവഹിക്കുകയാണ് ദൈവഹിതമെന്ന് അദ്ദേഹം അവനെ ഉപദേശിച്ചു. ഒപ്പം സഹപാഠികൾക്ക് എല്ലായ്പ്പോഴും മാതൃകയായിരിക്കുവാനും അദ്ദേഹം അവനോട് നിർദ്ദേശിച്ചു. തുടർന്നുള്ള 2 വർഷക്കാലവും വിശുദ്ധിയിലേക്കുള്ള ദൈവവിളി തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു ഡൊമിനിക്കിന്റെ ജീവിതം. മുമ്പേ തന്നെ തികഞ്ഞ പ്രാർത്ഥനാ വ്യക്തിത്വമായിരുന്ന അവൻ തൻ്റെ ബോധ്യങ്ങൾ സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഗ്രഹിച്ചു. ആ കാലത്ത് അവനോടൊപ്പമുണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കളും അവനെ സ്നേഹിച്ചിരുന്നു. എല്ലാ കളികളിലും പ്രവർത്തനങ്ങളിലും അവർക്കൊപ്പം പങ്കാളിയായിരുന്ന ഡൊമിനിക്കിനെ ഒരു നേതാവായും അവർ അംഗീകരിച്ചു പോന്നു. ഒരിക്കൽ പരസ്പരം ആക്രമിക്കാനൊരുങ്ങിയ 2 സുഹൃത്തുക്കൾക്കിടയിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു. കയ്യിലുണ്ടായിരുന്ന ഒരു ക്രൂശിത രൂപത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഇങ്ങോട്ട് നോക്കി പറയുക, ക്രിസ്തു നിരപരാധിയായിരുന്നിട്ടും കൊല്ലപ്പെടുന്നതിനു മുൻപ് അവിടുന്ന് തന്നെ കുരിശിലേറ്റിയവരോട് ക്ഷമിച്ചു. ഞാനൊരു പാപിയാണ്. എൻ്റെ കൂട്ടുകാരനോട് ക്ഷമിക്കാത്തതുവഴി ഞാൻ ഈശോയെ വേദനിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ്. ഡൊമിനിക്കിന്റെ വാക്കുകൾ കേട്ട കുട്ടികൾ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി പിന്തിരിഞ്ഞു. ഇത്തരത്തിൽ കളികൾക്കിടയിൽ കൂട്ടുകാർക്കൊപ്പം ഉണ്ടായിരിക്കുന്നതിനൊപ്പം അവരെ കൂട്ടി ദേവാലയത്തിലെത്തുന്നതിനും
പതിവായി ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറെ കൃപകൾ നേടണമെന്നുണ്ടോ? എങ്കിൽ പതിവായി ദിവ്യകാരുണ്യ സന്നിധിയിലെത്തുക. കുറച്ച് കൃപകൾ മതിയെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴുമാക്കി ചുരുക്കുക. ഇനി കൃപകളൊന്നും നിങ്ങൾക്കാവശ്യമില്ലെങ്കിൽ ഒരിക്കലും ദിവ്യകാരുണ്യത്തിനു മുന്നിൽ എത്താതിരുന്നാൽ മതിയാവും. വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ വാക്കുകളാണ് ഇവ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ഡൊമിനിക്കിന് വളരെ പ്രത്യേകമായ ഭക്തിയുണ്ടായിരുന്നു. അശുദ്ധ വിചാരങ്ങളിൽ നിന്നെല്ലാം അകറ്റി തൻ്റെ ഹൃദയത്തെ മാതാവിൻ്റെ ഹൃദയം പോലെ നിർമ്മലമായി കാത്തുസൂക്ഷിക്കുവാൻ അവൻ അമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ചിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും പതിവായി മാതാവിൻ്റെ സപ്തവ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാൻ അവൻ സുഹൃത്തുക്കളുമായി ദേവാലയത്തിലെത്തിയിരുന്നു. ഡൊമിനിക് സാവിയോയെ വിശുദ്ധിയിലേക്കുയർത്തുവാൻ ഡോൺ ബോസ്കോയുടെ പങ്ക് നിർണായകമായിരുന്നു. ഡൊമിനിക് ഓറത്തോറിയത്തിൽ എത്തിയതു മുതൽ അവൻ്റെ മരണം വരെയും അഗാധമായ ഒരു ബന്ധവും ആ ആത്മാക്കൾ തമ്മിലുണ്ടായിരുന്നു. ഡൊമിനിക് സാവിയോയുടെ മരണശേഷം അവൻ്റെ ജീവചരിത്രം എഴുതിയത് ഡോൺ ബോസ്കോ ആയിരുന്നു. അങ്ങനെ ആ കൊച്ചു വിശുദ്ധൻ്റെ ജീവിതം ലോകത്തിനു മുഴുവൻ പ്രിയങ്കരമായി മാറുവാനും അനേകായിരം കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി തീരുവാനും ഡോൺ ബോസ്കോ കാരണമായി. 1857 ആയപ്പോഴേക്കും ഡൊമിനിക് സാവിയോയുടെ ആരോഗ്യസ്ഥിതി മോശമായി തീർന്നു. രോഗിയായി അവൻ വീട്ടിലേക്ക് തിരിച്ചു. തുടർന്ന് ആരോഗ്യം കൂടുതൽ വഷളായ അവൻ രോഗീലേപനം സ്വീകരിച്ചതിനു ശേഷം തൻ്റെ 15-ാം വയസ്സിൽ നിത്യതയിലേക്ക് യാത്രയായി. ആ നിമിഷങ്ങളിലൊന്നും അവൻ്റെ കണ്ണുകളിൽ മരണഭയം തെല്ലുമുണ്ടായിരുന്നില്ല. മറിച്ച് സ്വർഗയാത്രയെ പ്രതീക്ഷിച്ചുള്ള അതിയായ സന്തോഷമാണ് ഏവരും അവനിൽ ദർശിച്ചത്. മരണശേഷം ഡോൺ ബോസ്കോയുടെ രചനകളിലൂടെ ലോകമറിഞ്ഞ ഡൊമിനിക്കിനെ 1950-ൽ പിയൂസ് 12-ാമൻ പാപ്പ വാഴ്ത്തപ്പെട്ടവനായും 1954-ൽ വിശുദ്ധനായും പ്രഖ്യാപിച്ചു. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ആത്മീയതയിൽ അവനൊരു അതികായനാണ് എന്നാണ് പിയൂസ് 12-ാമൻ പാപ്പ ഡൊമിനിക് സാവിയോയെക്കുറിച്ച് പറഞ്ഞത്. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ ജീവിതത്തിലൂടെ മനുഷ്യജന്മത്തിൻ്റെ മഹനീയതയും അവരുടെ വിശുദ്ധിയിലേക്കുള്ള വിളിയും വെളിപ്പെടുത്തിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആ വിശുദ്ധനെ മാതൃകയായി സ്വീകരിച്ച് നന്മയിലും സ്നേഹത്തിലും വിശുദ്ധിയിലും വളരുവാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൃപ നൽകണമേ. ആമേൻ.